പെൺമയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആ പ്രശ്നങ്ങളൊക്കെ മറികടക്കുവാനും അതിനേക്കാൾ മറ്റൊരു മെച്ചപ്പെട്ട ജീവിതവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമ്പോഴോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന ധാരണയിൽ നമ്മുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ അതിലൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യാറ്. ഇതാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ അതിഥി ചെയ്തതോ തൻ്റെ പ്രശ്നങ്ങൾ തൻ്റെത് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ താൻ അനുഭവിച്ച വിഷമങ്ങൾ മറ്റാരും അനുഭവിക്കരുത്, മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ മനസ്സിനുടമസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി സന്ധ്യ പ്രജിൻ. എനിക്കുണ്ടായ വിഷമം മറ്റാർക്കും ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, ഇനിയും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർക്കൊരു പരിഹാരവും ഞാൻ കണ്ടെത്തണം എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു സന്ധ്യ. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ അവസാനം എന്ന നിലയിലാണ് സന്ധ്യയ്ക്ക് സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തം പ്രയത്നത്തിലൂടെ ഒരു സ്കൂൾ തുടങ്ങാൻ സാധിച്ചത്, ട്രാവൻകൂർ നാഷണൽ സ്കൂൾ. സന്ധ്യയുടെ ഒറ്റ ഒരു ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും മാത്രം ഇന്ന് എത്രയോ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ് ട്രാവൻകൂർ നാഷണൽ സ്കൂൾ. സന്ധ്യയെക്കുറിച്ചും സന്ധ്യയുടെ സ്കൂളിനെക്കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതൽ അടുത്തറിയണം ഇന്നത്തെ പെൺമയിലൂടെ. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ പെൺമയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ട്രാവൻകൂർ നാഷണൽ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പ്രജിൻ ബാബു, അദ്ദേഹം ട്രാവൻകൂർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. മകൾ അനാമിക സെൻറ്റ് തോമസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. രണ്ടാമത്തെ കുഞ്ഞ് തേജസ് പ്രജിൻ എന്ന തേജസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ എന്ന സ്കൂൾ തുടങ്ങിയത്. നാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഒരു സാധാരണ സ്കൂളല്ല, ഒരു സ്പെഷ്യൽ സ്കൂളാണ്. അത് മോന് വേണ്ടി തുടങ്ങി എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രത്യേകതകളുണ്ട്. കാരണം പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ പോലുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിയാത്ത സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. മോളും വളരെ മിടുക്കിയായിരുന്നു, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അക്കാഡമിക്കലി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഇളയ കുഞ്ഞ് വന്നപ്പോഴത്തേക്കും അവനെ പ്രത്യേകിച്ച് കാണാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കണ്ണ് കാണാത്തൊരു കുഞ്ഞിനെ കണ്ടാൽ നമുക്കറിയാം അവൻ്റെ പ്രശ്നം എന്താണെന്നറിയാം. നമ്മൾ ആ രീതിയിലായിരിക്കും ആ കുഞ്ഞിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ വളരെ മിടുക്കനായ, ബാക്കി എല്ലാ ആക്ടിവിറ്റീസിലും വളരെ മിടുക്കനായ ഒരു കുഞ്ഞ് ജനിച്ച് സ്കൂളിൽ പോയി തുടങ്ങി കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങുകയായി. വളരെ കുഞ്ഞിലെ തന്നെ അവന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാണും. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ കുടുംബം എന്ന നിലയിൽ അതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവൻ പതുക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പം പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങി. പിന്നെ അങ്ങോട്ട് ജീവിതം 5-6 വർഷം ഭയങ്കര കടുത്ത വേദനകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. അതിൽ കാരണം എന്ന് വെച്ചാൽ ഇവനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റിയിരുന്നില്ല. ക്ലാസ്സിൽ പോയി ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ പകർത്തി എഴുതിക്കൊണ്ട് വരും. ABCD ഒക്കെ അവനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പകർത്തി എഴുതിക്കൊണ്ട് വരും. പക്ഷേ എന്താണ് എഴുതിയതെന്ന് ഉള്ളത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പറ്റില്ലായിരുന്നു. അപ്പോഴും തൊട്ട് എനിക്ക് മനസ്സിലായി കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. പിന്നെ കളേഴ്സ്, കുഞ്ഞിനോട് പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റെഡ് കളർ എടുത്ത് ഒരു പൂവിനടിക്കാൻ പറഞ്ഞാൽ അവൻ പച്ച എടുത്ത് പൂവിനടിക്കും. എന്താ മോനെ പച്ച എടുത്തതെന്ന് ചോദിച്ചാൽ അത് ഇട്ടിട്ട് അവൻ കറുപ്പ് എടുത്ത് അടിക്കും. ഇത് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
ഇങ്ങനെ നിൽക്കുന്നത് കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ചേട്ടനോട് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും പറ്റിയിരുന്നില്ല. എന്താണ് അവന് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനോ അതല്ലെങ്കിൽ അവൻ ഇങ്ങനൊരു അവസ്ഥയിലൂടെ പോകുന്നതെന്നോ എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പോയിട്ടാണെങ്കിലും അവൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയായിരുന്നു. എന്നുവെച്ചാൽ ഒരു സമയം മിണ്ടാണ്ടിരിക്കാതെ വികൃതിയായ ഒരു കുട്ടിയായിരുന്നു. അപ്പം സാധാരണഗതിയിൽ പറയുമല്ലോ ആൺകുട്ടികളെ കുറച്ച് വികൃതി ആയിരിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവൻ വല്ലാത്തൊരു എന്നുവെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, വല്ലാണ്ട് സാധാരണ കുട്ടികളിൽ നിന്ന് ഉപരി അടിക്കുക, ഇടിക്കുക, അല്ലെങ്കിൽ പൊട്ടിക്കുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും പറ്റില്ല എന്ന് പറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയായിരുന്നു അവൻ്റെ ഇത്. ഈ കുഴപ്പങ്ങൾ അത് അംഗീകരിക്കാൻ ചേട്ടൻ ഒരിക്കലും പറ്റിയിരുന്നില്ല. കാരണം അവൻ എഴുതിയിട്ടില്ലെങ്കിൽ അപ്പോൾ പറയും അത് അവൻ്റെ വാശി അല്ലെങ്കിൽ മടി കാരണമാണ്, അല്ലെങ്കിൽ അവൻ മടിയനായതുകൊണ്ടാണ് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറേ മുന്നോട്ട് പോയപ്പോൾ ഞാനിങ്ങനെ അറിയുന്നവരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കുഞ്ഞിന് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കാരണം ചോദിക്കാൻ തുടങ്ങി. അതും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ കൊണ്ടുപോയി എത്തിച്ചു. കാരണം എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടെ സൊസൈറ്റിയുടെ തന്നെ ഒരു വലിയ കാര്യമാണ്, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു പ്രശ്നമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സമൂഹത്തിൽ ഒരു വിലയില്ല. നമ്മൾ തന്നെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കൂടെ ചോദിക്കുമ്പം നന്നായിട്ട് പഠിക്കുമോ എന്ന് ചോദിക്കും. ഏറ്റവും നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല കുട്ടി. ബാക്കി എന്ത് കഴിവവനുണ്ടെങ്കിലും അതൊന്നല്ല, ഒരു 90%, 80% എബവ് ആവറേജ് മാർക്ക് വാങ്ങുന്ന കുട്ടിയാണ് നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും നല്ല കുട്ടി. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ എൻ്റെ മോൻ എന്താണെന്ന് മറ്റുള്ളവരോട് ചോദിക്കുമ്പം അത് അച്ഛനെന്ന നിലയിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സിറ്റുവേഷൻസ് വളരെ വേഴ്സ് ആയപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോയിരുന്നു. അവിടെ പോയിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തിയപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞ് ഒരു സ്ലോ ലേണറാണെന്ന്. അപ്പം എന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് സ്ലോ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, കുഞ്ഞിനൊരു 3rd സ്റ്റാൻഡേർഡിലാണ്, സപ്പോസ് ഒരു കുട്ടി 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിൽ ലേണിംഗ്, റൈറ്റിംഗ്, റീഡിങ് എല്ലാം കപ്പാസിറ്റി 1st സ്റ്റാൻഡേർഡിലായിരിക്കും. അപ്പോൾ എന്ത് പിക്ക് ചെയ്താലും വളരെ സ്ലോ ആയിട്ടായിരിക്കും. അത് കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു അതിന് മെത്തേഡ്സ് ഉണ്ട്, കുട്ടീനെ ഹെൽപ്പ് ചെയ്യാനുള്ള പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് കുറേ എക്സസൈസും എയും ബിയും സിയും എല്ലാം വീട്ടിൽ ചുറ്റും ഒട്ടിച്ച് വയ്ക്കുക, അവൻ കാണുന്നിടത്തൊക്കെ ഇങ്ങനെ എയൊക്കെ വെട്ടി തൂക്കിയിടുക, അങ്ങനെയുള്ള പല മെത്തേഡ്സും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എക്സസൈസൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പം കുഞ്ഞിന് ചെറിയ ചെറിയ ചേഞ്ചസ്. പിന്നെ ഒരുപാട് കളേഴ്സ് വാങ്ങിച്ചു കൊടുക്കുക, ക്രയോൺസൊക്കെ കുറേ മേടിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് അവനെ കളർ ചെയ്യുക. അപ്പം പതുക്കെ അവൻ പിക്ക് ചെയ്യാൻ തുടങ്ങി കളേഴ്സും. അപ്പം അങ്ങനെ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവൻ്റെ പുറകെ നിന്നപ്പോഴാണ് അവൻ്റെ ആ വിഷമം ഞങ്ങൾക്കും ചേട്ടനും എല്ലാം കുടുംബത്തിനും ഒക്കെ മനസ്സിലായി തുടങ്ങിയത്. 1st സ്റ്റാൻഡേർഡ് അവിടെ പഠിച്ചു, ICSEയിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ആ ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകാനോ പഠിക്കാനോ അതൊന്നും പറ്റില്ല എന്ന് മനസ്സിലായി. വീട്ടിലാകെ പ്രശ്നം. പ്രത്യേകിച്ച് അവൻ്റെ സ്പീച്ച് കുറച്ച് താമസിച്ചിട്ട് തുടങ്ങിയത് കാരണം റൈംസൊക്കെ പറയുമ്പോഴേക്കും അവന് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവന് അത് ഏറ്റു പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുക, അതായത് അവൻ എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മറ്റു കുഞ്ഞുങ്ങൾക്ക് സ്റ്റാറൊക്കെ കിട്ടുമ്പോൾ മോന് സ്റ്റാറൊന്നും ടീച്ചർ കൊടുത്തിരുന്നില്ല. എപ്പോഴും അവന് തെറ്റ് വരുമ്പോൾ സ്റ്റാർ കൊടുക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവനെ വളരെ ഡീമോട്ടിവേറ്റ് ചെയ്തു. പിന്നെ എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് അവനോട് പാടാൻ പറയുക, ഇതൊക്കെ കുഞ്ഞിന് വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. അതോടെ അവന് നമ്മളിപ്പോൾ പറയില്ലേ സ്വഭാവ വൈകല്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വല്ലാണ്ട് കൂടി വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെട്ടു. അങ്ങനെ LKG അങ്ങനെ പോയി. UKG ആയപ്പോൾ ഞങ്ങൾ ചെന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ട് ഒരു ടീച്ചറിനെ ഞങ്ങൾക്ക് പേഴ്സണലി അറിയാം, അവനും അറിയുന്നുണ്ട്, ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഭയങ്കര പ്രഷറും റെക്കമെൻഡേഷനോടുകൂടി ആ ടീച്ചർ, അത് ഈ കുട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകിൽ സ്കൂൾ ഇഷ്ടപ്പെടുക, അവർക്ക് കംഫർട്ട് സോൺ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ വളരെ സ്നേഹത്തോടെ അവരെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവർ പഠിക്കും. അപ്പം എന്ന് വെച്ചാൽ അവരുടെ ഇൻകപ്പാസിറ്റി, അവർക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥ നമുക്കറിയാമെങ്കിലും നിങ്ങൾ അങ്ങനല്ല, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പ്രോത്സാഹനം, മോട്ടിവേഷൻ, അത് ചെയ്ത് ആര് കൂടെ നിന്നാലും അവർ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവർ മറ്റു കുട്ടികളിൽ നിന്ന് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. മോനെ പോലെ ഉള്ള അവസ്ഥയുള്ള ഒരു 5 പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ എന്ന സ്കൂൾ ലോഞ്ച് ചെയ്തത്.
പിന്നെയും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളുമായി ജീവിതം വല്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട്, ഒരു ഡോക്ടർ ശ്രീജിത്ത്, അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മെഡിക്കൽ കോളേജിലിട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് അവരുടെ റിപ്പോർട്ടിലാണ് പറയുന്നത് അവൻ ഡിസ്ലെക്സിക് ആണെന്നുള്ളത്. ഈ ഡിസ്ലെക്സിയ എന്നൊക്കെ കേൾക്കുന്നത് തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഡിസ്ലെക്സിയ എന്ന വാക്ക്, ഡിസ്ലെക്സിയാണ് കുഞ്ഞിൻ്റെ പ്രോബ്ലം, അതായത് ലാംഗ്വേജ് ഡിസബിലിറ്റി. അവന് ഏത് ലാംഗ്വേജ് പഠിക്കാനും അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിപ്പം മീഡിയം ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതുകൊണ്ട് അവൻ പറയുന്നു, പക്ഷെ അത് എഴുതാൻ അവൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പം അത് ഗ്രാസ്പ് ചെയ്യാനും അത് എടുക്കാനും എല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതിനുശേഷമാണ് ഹസ്ബൻഡ് അത് മനസ്സിലാക്കിയതും. അതിന് വേറൊരു ഇതും കൂടെയുണ്ട്. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഷാജഹാൻ IAS, അദ്ദേഹം താരേ ജമീൻ പർ എന്ന സിനിമ കാണിച്ച് അതിൽ ആ ഇഷാൻ എന്ന കഥാപാത്രം ശരിക്കും തേജസിൻ്റെ ഡിറ്റോയാണ്. ആ കുഞ്ഞ് ഒരു പർട്ടിക്കുലർ സീനുണ്ട് അതിൽ. ആ കുഞ്ഞ് ഒരു ബോർഡ് വായിക്കുന്ന, അപ്പം അത് നോക്കി നിൽക്കുന്ന അച്ഛനുണ്ട്. ആ കുഞ്ഞിന് വായിക്കുക, എത്ര 8-9 വയസ്സായ ഒരു കുഞ്ഞിന് ഒരു ബോർഡിൽ ഒരു സെൻറ്റൻസ് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് കണ്ട് ചേട്ടൻ വളരെ വിഷമിച്ചിട്ടാണ് അവൻ്റെ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി അവന് ഈ സാധാരണ സിസ്റ്റം ഓഫ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു സ്കൂൾസിൽ അവന് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് ട്രിവാൻഡ്രം എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ഇങ്ങനെ ഇവനെ പോലുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കൂൾ ഏതാണെന്ന് അന്വേഷിച്ച് തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊരു ഇത് ഞങ്ങൾ കണ്ടിരുന്നില്ല. അങ്ങനെ ഞങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന മോനെ പോലെ ഉള്ള അവസ്ഥയുള്ള ഒരു 5 പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ എന്ന സ്കൂൾ ലോഞ്ച് ചെയ്തത്. All of you, start. 1, 2, 3. Day. Yes, good, very good. Go, 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 go. One big heads. Come and stand here. Very good. Is it nose, your nose? Nose. Your right hand in, your right hand out, your right hand in. സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കോസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ട്രിവാൻഡ്രമാണ്. അവരുടെ ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങൾ അംഗീകരിച്ചെടുക്കുകയായിരുന്നു. പിന്നെ ട്രാവൻകൂർ ഡിസ്ലെക്സിയ അസോസിയേഷൻ ഈ ഡിസ്ലെക്സിയെക്കുറിച്ച് അവയർനെസ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിനും ഈ സൊസൈറ്റിക്കും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രാവൻകൂർ ഡിസ്ലെക്സിയ അസോസിയേഷൻ എന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ GTech അല്ലെങ്കിൽ ടെക്നോ പാർക്കിലെ ഒരു കൂട്ടം ഒരു ഗ്രൂപ്പാണ്, മീൻസ് ടെക്നോ പാർക്കിലെ ഒരു ഗ്രൂപ്പാണ് GTech എന്ന് പറഞ്ഞാൽ. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഈവൻറ്റ് നടത്തി ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്ത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തന്നിരുന്നു. പിന്നെ ഒരുപാട് വെൽവിഷേഴ്സ് സ്കൂൾ ഈ കോസ് റിയൽ കോസാണെന്നും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്നും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പേര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ റെൻറ്റഡ് ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മീഡിയ സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. എല്ലാ മീഡിയ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഈ കോസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മീഡിയ സപ്പോർട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കിൽ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഒരു മത്സരം നടത്തിയിരുന്നു. ഇന്ത്യയിലെ 100 വനിതകളെ തിരഞ്ഞെടുക്കുന്നു 20 കാറ്റഗറിയിലായിട്ട്. കൾച്ചറൽ, എഡ്യൂക്കേഷൻ, അങ്ങനെ പല കാറ്റഗറിയിൽ, സ്പോർട്സ്, ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ.
അതിൽ കേരളത്തിൽ നിന്ന് അവസാന ഇതിൽ 3 പേരെ ചൂസ് ചെയ്തിരുന്നു. അതിൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ നിന്ന് എന്നെയാണ് ചൂസ് ചെയ്തത്. പ്രസിഡൻറ്റിൻ്റെ കൂടെ ഒരു പ്രസിഡൻറ്റ് അവാർഡും പ്രസിഡൻറ്റിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനും ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് സ്കൂളിനൊരു വലിയ ഒരു ബൂസ്റ്റിംഗ് തന്നിരുന്നു. തുടർന്ന് ഇവിടെ ഒരു പ്രമുഖ ചാനലിൻ്റെ സ്ത്രീ ശക്തി പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റി. അത് വൈഡ് സ്പ്രെഡായിട്ട് ഈ കോസിനെ കുറിച്ച് കേരളത്തിൽ മൊത്തം സാധാരണ ജനങ്ങളിൽ വരെ എത്താൻ സഹായിച്ചിരുന്നു. भीड़ में यूं न छोड़ो मुझे, घर लौट के भी आना पाऊं मां, भेजना इतना दूर मुझको तो, याद भी तुझको आना पाऊं मां, क्या इतना बुरा हूँ मैं मां, क्या इतना बुरा. എനിക്കെപ്പോഴും പറയാനുള്ളത് പാരൻസിനോടാണ്. നമ്മുടെ കുഞ്ഞിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒളിച്ചു വെക്കാൻ ശ്രമിക്കരുത്. അത് അവനെ ബോധ്യപ്പെടുത്തുക. ആരുടെയൊക്കെ ഹെൽപ്പ് കിട്ടും, കൂടെയുള്ള സഹോദരങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട്, എല്ലാവരുടെയും സൊസൈറ്റിയുടെ ഉൾപ്പെടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളെ രക്ഷിക്കാൻ പറ്റും. അല്ലാണ്ട് ഒളിച്ചു വെച്ച് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സമൂഹം എന്ത് ഈ കുഞ്ഞിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഇനി അവൻ്റെ ജീവിതം എന്താവും എന്നുള്ളൊരു പേടിയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാതെ ഹെൽപ്പ് വേണ്ട സമയത്ത് വളരെ ചെറുതിലേ കൊടുക്കുകയാണെങ്കിൽ നാളെ അവൻ നല്ലൊരു പൗരനായിട്ട് വളർന്നു വരും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഒന്നുകിൽ ആ കുഞ്ഞൊരു ആത്മഹത്യയിലോട്ടോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യലായിട്ട് പോകും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കി ഈ ഒരു എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്കൊരു നല്ലൊരു തലമുറയെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബോധായനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റൽ നോൺ ഗവൺമെൻറ്റൽ മീഡിയ ഉൾപ്പെടെയുള്ള അവരുടെ സഹായത്തോടെ ഹോൾ കേരളയിൽ ഞങ്ങൾ പോയിട്ട് ഈ പാരൻസിന് അവയർനെസ് കൊടുക്കുക. അതായത് ഈ ഡിസ്ലെക്സിയ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുകയാണ്. എല്ലാ സ്കൂൾസിലും പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ ആദ്യം കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരുടെ പാരൻസിന് ബോധവൽക്കരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോധായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ എൻലൈറ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊപ്പം പാരൻസിനൊരു ബോധം ഉണ്ടാകുക. അതാണ് ഞങ്ങളുടെ ഈ പുതിയ ഭാവി പരിപാടികൾ വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, ഇത് പഠിപ്പിക്കാനുള്ള